നാളെ അടിക്കൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ. നാളെ കലിപ്പിലാണ് നമ്മുടെ ജാസ്മിൻ. എനിക്കറിയില്ല നാളെ എന്താണ് നടക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു നോമിനേഷൻ, അതായത് ജയിൽ നോമിനേഷൻ ആണോ അതോ ക്യാപ്റ്റൻസി ആണോ നടത്തില്ല, എന്തോ ഒരു നോമിനേഷൻ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സിബിൻ വന്നിട്ട് എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ബാഡായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു. അതിനെ ചോദ്യം ചെയ്യുവാണ് ജാസ്മിൻ, അതാണ് കാണിക്കുന്നത്. അത് നമ്മുടെ അഭിഷേക് ജയദീപ് കണ്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ ശരണ്യൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. കാരണം ശരണ്യൊക്കെ പറയും, ഇപ്പോൾ ഇത്ര നാളും ശരണ്യൊക്കെ നാക്കില്ലായിരുന്നു. ഇപ്പോൾ ക്യാപ്റ്റൻ ഇപ്പോൾ ഒരു സേഫ് സോണിൽ നിൽക്കുകയാണ്. അതായത് ഈ പറഞ്ഞൊക്കെ പവർ ടീമിൽ വന്ന ശേഷം സേഫ് സോണാണ്. അപ്പം അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല പുറത്ത് ജാസ്മിന് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്നത്. അതിന് മുന്നേ ഒന്നും പറയാനില്ലായിരുന്നു. പുറത്ത് ജാസ്മിൻ നെഗറ്റീവാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്. അതിന് മുന്നേ വലിയ സംഭവമാണ് ഇവരൊക്കെ പറഞ്ഞിരുന്നത്. കാര്യം ജാസ്മിനൊക്കെ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അപ്പം അത്ര വലിയ നെഗറ്റീവ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം കട്ട നെഗറ്റീവാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ കീറി ചൊറയും തുടങ്ങുന്നുണ്ട്. മാത്രമല്ല സിബിനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ശരണ എന്തൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സിബിനെതിരെ നന്നായിട്ട് ശക്തമായിട്ട് നമ്മുടെ ജാസ്മിൻ പ്രതികരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നാളെ നമുക്ക് എപ്പിസോഡോ ലൈവൊക്കെ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും അടിക്കൊന്നും നാളെ ഒരു കുറവുമില്ല, നല്ല ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഫേക്കാണെന്ന് പറയുന്ന നമ്മുടെ പരദൂഷണ അമ്മാവൻ അട്ടർ ഫേക്കാണെന്ന് ഓരോ നിമിഷം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ ഇനി ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് താങ്ങാനുള്ള ശക്തി മലയാളികൾക്കുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഫേക്കായിരിക്കും. നമ്മൾ പല സീസണും കണ്ടതാണ്. ഇവിടെ വന്നിരുന്ന് മാന്യന്മാർ ചമഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പം ഈ മനുഷ്യൻ മിക്കവാറും ഇതിനകത്ത് തന്നെ കാണിക്കും ഇയാൾ റിയൽ ക്യാരക്ടർ എന്താണെന്ന്. അപ്പം ആ ഒരു ലെവലിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ അധികാരം കൈ കിട്ടിയിരിക്കുകയാണ്. ഒന്നും ചെയ്യണ്ട, വെറുതെ ജോലി ചെയ്യാണ്ട്, ഒരു ജോലിയും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് എല്ലാവരും ഭരിച്ചാൽ മതി. അപ്പം റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. എന്തായാലും അതിനൊന്നും അധികം താമസമില്ലാതെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.